Hello dears, welcome back to ISK Easy English. Dear friends, ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. ഈസി ആയിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഒരു വിഷയമല്ല. ഏതൊരാൾക്കും, അത്യാവശ്യം പഠിക്കാത്ത ഒരാൾക്കും, അതായത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പറഞ്ഞു, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഏതൊരാൾക്കും ഇന്ന് താല്പര്യം, ഇന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇംഗ്ലീഷ് പഠിക്കണം, ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഈ വീഡിയോ എന്ത് ചെയ്യണം, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ചില വാക്കുകൾ, ഇപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചില വാക്കുകൾ ഇംഗ്ലീഷിലായിരിക്കും പറയാം. അപ്പോൾ ഒന്ന് വിഷയമാക്കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാചകം എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണ്ടായിരിക്കും, നമ്മൾ വാക്കുകളെ അടുത്തടുത്ത് വെക്കുമ്പോഴാണ് നമ്മൾ വാചകം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ വാക്കുകൾ അടുത്തടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിശ്ചിത, ഒരു പ്രത്യേക ക്രമത്തിൽ, ഒരു പാറ്റേണിൽ വെക്കണം. അത് ഓരോ ലാംഗ്വേജിനും, ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആണെങ്കിലും തമിഴാണെങ്കിലും ഹിന്ദി, എല്ലാ ലാംഗ്വേജിനും, ഈവൻ മലയാളം, അല്ലെ, നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം, എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായിട്ടുള്ള വേർഡ് ഓർഡർ ഉണ്ട്, വാക്കുകളുടെ ക്രമം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഏറ്റവും ചെറിയ സെന്റൻസ് ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള ക്രമത്തിലാണ്. സബ്ജക്റ്റ് പ്ലസ്, ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വെർബ്. അപ്പോൾ അത് എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു കാര്യം, എന്തൊരു പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് എന്ത് വിളിക്കുക, സബ്ജക്റ്റ് എന്ന് വിളിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെർബ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പൊ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോ ഉദാഹരണത്തിന് നമുക്ക് മലയാളത്തിൽ, ഞാൻ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയാണ്, അവൾ പാടുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു, ഐ ടോക്ക്, ഞാൻ സംസാരിക്കുന്നു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഞാൻ എന്നാണ് അർത്ഥം. ഐ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നു, ഐ ടോക്ക്. ഇവിടെ സംസാരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ളതാണ്, പ്രോനൗണാണ്. ഞാൻ സംസാരിക്കുന്നു. അപ്പൊ ഈ ഞാൻ എന്നുള്ളത്, ഞാനാണല്ലോ സംസാരിക്കുന്നത്, അല്ലെ, ഇപ്പൊ സംസാരിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പൊ ഐ എന്നുള്ളതാണ് എന്ത്, സബ്ജക്റ്റ്. ടോക്ക് എന്നുള്ളത് വെർബാണ്, TALK, ടോക്ക്, സംസാരിക്കുന്നു. രണ്ടാമത്തേത് ഞാൻ വരുന്നു. ഓക്കെ, വരിക എന്നുള്ളതിനെ എല്ലാവർക്കും ഇംഗ്ലീഷിൽ അറിയണ്ടായിരിക്കും, കം എന്നാണ് പറയാ. കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നാണ്. വരുന്നത് ആരാ, ഞാനാണല്ലോ, അല്ലെ. അപ്പൊ ഐ കം, ഞാൻ വരുന്നു. ഇനി ഞാൻ പോകുന്നു. പോവുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ, ഗോ എന്നുള്ളതാണ്. അപ്പൊ ഐ ഗോ. അപ്പൊ ഇവിടെ വെറും രണ്ട് വാക്കുകൾ മാത്രം, അപ്പൊ നമുക്ക് രണ്ട് വാക്ക് മാത്രം ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് നമ്മൾ പറയുന്നത് സിമ്പിൾ സെന്റൻസുകളാണ്. നമ്മളെ വീഡിയോസ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ സെന്റൻസുകളുടെ വലിപ്പം കൂടി വരും. നോക്കുമ്പോ ഞാൻ വരുന്നു, ഐ കം. ഞാൻ പോകുന്നു, ഐ ഗോ. ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, ഐ ഡ്രൈവ്. അപ്പൊ എല്ലാം ഞാനാണ്. നമുക്കൊന്ന് മാറി പിടിക്കാം, നമ്മളാക്കാം, അല്ലേ. നമ്മൾ പാടുന്നു, വി സിങ്. പാടുക എന്നുള്ളതിന് സിങ് എന്നാണ് പറയാം, അല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. പാടുക എന്നുള്ളതിന് സിങ്. അതുപോലെ തന്നെ നമ്മൾ ആഘോഷിക്കുക, നമ്മൾ ആഘോഷിക്കുന്നു. ആഘോഷിക്കുക എന്നുള്ളതിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, സെലിബ്രേറ്റ് എന്നാ. സെലിബ്രേറ്റ് ചെയ്യാം, വി സെലിബ്രേറ്റ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മൾ ആഘോഷിക്കുന്നു. അതേപോലെ തന്നെയാണ് എൻജോയ്, വി എൻജോയ്. നമ്മൾ എൻജോയ് ചെയ്യുന്നു.
ഇനി നോക്കൂ, ഒരു ചെറിയ ചേഞ്ച്. ഇനി നമ്മൾ എന്നുള്ളതിന് പകരം അവർ എന്നാക്കാണ്. അവര് വരുന്നു. അപ്പൊ നമ്മൾ എന്നായപ്പോ നമ്മൾ വി എന്നാണ് പറഞ്ഞത്. അവർന്ന് വരുമ്പോൾ ചെറിയൊരു മാറ്റം വന്നു. ബാക്കിയൊക്കെ ഓക്കെയാണ്. വരിക എന്നുള്ളതിന് കം തന്നെയാണ്, ചേഞ്ച് വരുന്നില്ല. പക്ഷെ അവർ എന്നുള്ളതിന് ദേ എന്നാണ് പറയാ. ദേ കം, അവര് വരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവര് പോകുന്നു എന്ന് എങ്ങനെ പറയാ? അവര് പോകുന്നു. നമ്മൾ അവര് വന്നു എന്ന് പറഞ്ഞു അല്ലെ, സോറി അവര് വരുന്നു എന്ന് പറഞ്ഞു. ദേ കം. അപ്പൊ അവര് പോകുന്നു എന്ന് എങ്ങനെ പറയാം? ദേ ഗോ. അവര് കഴിക്കുന്നു എന്ന് എങ്ങനെ പറയാം? കഴിക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾക്ക് അറിയില്ലേ? കഴിക്കുക. എന്താ കഴിക്കുക എന്നുള്ളതിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് എന്താ? ഈറ്റ്. ദേ ഈറ്റ്, അവര് കഴിക്കുന്നു. അവര് കുടിക്കുക എന്നുള്ളതിന് എന്താ പറയാ? ദേ ഡ്രിങ്ക്, അവര് കുടിക്കുന്നു. ഇനി ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. ഈ ചെറിയ ചേഞ്ച് വരുത്തുമ്പോൾ എന്താണ് അവിടെ വരുന്ന മാറ്റം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി അവരും വേണ്ട, ഞാനും വേണ്ട, നമ്മളും വേണ്ട. പകരം നമുക്കിനി അവൾ എന്നുള്ളത് മതി. അവൾ എന്നുള്ളതിന് പറയുന്ന ഇംഗ്ലീഷ് പദം എന്താ? ആർക്കും അറിയാം? അവൾ എന്നുള്ളതിന് പറയുന്ന ഇംഗ്ലീഷ് പദമാണ് ഷീ എന്നുള്ളത്. ഷീ. ഇതൊക്കെ ഇപ്പോ പല ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക്, ഒരു സ്റ്റാർട്ടിങ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണല്ലോ. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യാണ്? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം, അത്ര മാത്രം. അപ്പൊ നോക്കൂ, അവൾ എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ഷീ എന്നാണ്. ഇനി നോക്കൂ, അവൾ വരുന്നു. ഞാനാകുമ്പോ ഐ കം, അവരാകുമ്പോ ദേ കം, നമ്മളാകുമ്പോ വി കം അല്ലെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അവളാകുമ്പോ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസന്റിലാണ്. വരുന്നു, പോകുന്നു, കഴിക്കുന്നു, നടക്കുന്നു അല്ലെ. വാക്ക്, ഐ വാക്ക്, ഞാൻ നടക്കുന്നു. ഞാൻ സംസാരിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയാ? ഐ ടോക്ക്, ഞാൻ സംസാരിക്കുന്നു. ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. ഐ ടീച്ച്, ഞാൻ പഠിപ്പിക്കുന്നു. നിങ്ങളോ? നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുകയാണ്, അതായത് ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുന്നതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്ക് ഇത് അറിയണ്ടായിരിക്കും. കാരണം അവര് ടീച്ചേഴ്സിന്റെ വായിൽ നിന്നും ഇടക്കിടക്ക് കേൾക്കുന്ന ഒരു വേർഡാണ്. അതായത് ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളതിന്, ക്ലാസ് എന്നല്ല എന്തൊരു കാര്യമാണെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളതിന് നമ്മൾ പറയുന്ന പദമാണ് ലിസൺ എന്നുള്ളത് അല്ലെ. ഇടക്കിടക്ക് ടീച്ചേഴ്സ് പറയും, കുട്ടികൾ സംസാരിക്കുമ്പോൾ പറയും എന്ത്? പ്ലീസ് ലിസൺ അല്ലെ, ശ്രദ്ധിക്കൂ. അപ്പൊ നിങ്ങൾ പറയും വി ലിസൺ, നമ്മൾ ശ്രദ്ധിക്കുന്നു. സർ എന്ത് ചെയ്യുന്നു? സർ ടീച്ച്. സർ അല്ലെ, സർ എന്നാവുമ്പോൾ ടീച്ച് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അതിലേക്കാണ് വരുന്നത്. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ വിഷയം ഒന്ന് മാറ്റി. അവൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൾ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? അവൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് അല്ലെ, ഷീ, അവൾ, ഒരൊറ്റ ആളുള്ളൂ. അതായത് ഒരു പെൺകുട്ടിക്കാണ് നമ്മൾ അവൾ എന്ന് പറയാം, ഒരു പെൺകുട്ടി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ സിംഗുലർ ആയിട്ട് ഈ ഒരെണ്ണം വരുന്നതിനാണ് നമ്മൾ സിംഗുലർ എന്ന് പറയാം. ഒരെണ്ണം. ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ പ്ലൂരൽ എന്ന് പറയും, ബഹുവചനം. ഇവിടെ ഒരൊറ്റ എണ്ണ വരുന്നത് അവൾ, അതുപോലെ തന്നെ അവൻ. ഇതൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വെർബിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം, അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഉദാഹരണത്തിന് അവൾ വരുന്നു എന്നാണെങ്കിൽ ഷീ കം എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അവസാനം ഒരു എസ് ചേർക്കണം. അപ്പൊ അതിന്റെ കാരണമാണ് പറഞ്ഞത്, അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സെന്റൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സെന്റൻസിന്റെ അത്തരം സെന്റൻസുകളിൽ, അതായത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ അത്തരത്തിൽ എഴുതുമ്പോൾ വെർബിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. അതിന് എസ് ചേർത്തിട്ട് നമ്മൾ ആ വെർബിനെ സിംഗുലർ ആക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ കംസ്, അവള് വരുന്നു. അപ്പൊ അവള് പോകുന്നു എന്ന് എങ്ങനെ പറയാ? അവൾ പോകുന്നു. നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും. ഞാൻ പോകുന്നു നമ്മൾ പറയേണ്ടത് ഐ ഗോ എന്ന്. ഐ ഗോ, ഞാൻ പോകുന്നു. വി ഗോ, നമ്മൾ പോകുന്നു. ഇനി അവര് പോകുന്നു എന്ന് എങ്ങനെ പറയാം? ദേ ഗോ. ഇനി അവൾ പോകുന്നു എന്ന് എങ്ങനെ പറയാം? ഷീ ഗോസ്. ഷീ ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ പോകുന്നു. അപ്പൊ നമ്മൾ ഇത്രയും പറയുന്ന സെന്റൻസുകൾ, അതായത് സബ്ജക്റ്റ്, വെർബ്, അതിനപ്പുറത്തേക്ക് ഒരു സ്ട്രക്ചർ ഇതിൽ വരുന്നില്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറുകൾ നമുക്ക് നമ്മളെ തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ പഠിക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ പഠിക്കുന്നതിന്റെ ഒരു വീഡിയോയുടെ തുടക്കം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്.
നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള, ഇത്ര സിമ്പിൾ അല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് പരിചയപ്പെടണം. അപ്പൊ ഇത്തരത്തില് ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യണം. കാരണം ഇനി ഇത്രയൊന്നും അല്ല, ഇനിയും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അടുത്ത സ്ട്രക്ചറുകളൊക്കെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ കാണുന്ന ആളുകൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഇത് കാണുന്ന ആളുകൾ അവർക്ക് ഇനി എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അവരത് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമല്ലോ. അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോസ് അല്ല, ഇത്തരം വീഡിയോസ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്ന കാര്യം നമുക്ക് ഒരു ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്നും നിങ്ങൾ ഇത്തരം വീഡിയോസ് നിങ്ങൾ കാണണം. അപ്പോൾ അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.